നിങ്ങൾക്കായുള്ള ഡിവൈൻ മെസ്സേജ് 6 ഓഫ് സോർട്സിന്റെ എനർജി. നിങ്ങളിലേക്ക് വരുന്നൊരു മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു സഹായം വരുന്നു, നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ ഓർമ്മകളാൽ നിങ്ങൾ പോകുന്നു എന്ന് പറയുന്നു. പാസ്റ്റിലെ വ്യക്തിയുടെ എനർജിയുമായിട്ട് പോകുകയാണ്, അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു, മിസ്സിംഗ് ദി സൈൻ. നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ്. ഇന്ന് ചൈൽഡിഷ് ഇമോഷൻസിനെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെ കാണുവാനായിട്ട് അത്രമേൽ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. 10 ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു, നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രഗിൾ ഇൻ റിലേഷൻഷിപ്പിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഡിലേ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്, എൻ്റെ പേഴ്സണെ ഞാൻ സ്വീകരിക്കാനായിട്ട് അർഹനല്ല അല്ലെങ്കിൽ അർഹയല്ല എന്നാണ്. കാരണം അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ അവരിപ്പോൾ മനസ്സിലാക്കുന്നു. 6 ഓഫ് കപ്സിന്റെ എനർജി നൊസ്റ്റാൾജിയാണ് മീൻ ചെയ്യുന്നത്. പാസ്റ്റിലെ നിങ്ങളെയാണ് ഓർത്തിരിക്കുന്നത്. ഓൾഡ് സ്റ്റോറി തന്നെയാണ് മീൻ ചെയ്യുന്നത്. അവർ അവരായിട്ടിരുന്നിട്ടുള്ളത് കുട്ടികളെ പോലെ എന്ന് പറയില്ലേ, അവരുടെ എല്ലാത്തരം ഫീലിങ്സും അറിഞ്ഞിട്ടുള്ളത് നിങ്ങളാണ്. അവരെ എല്ലാ രീതിയിലും ആശ്വസിപ്പിച്ചത് നിങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇന്ന് അവരെ നിങ്ങളെക്കുറിച്ച് ഓർക്കുവാനും നിങ്ങളിലേക്ക് എത്തുവാനും അത്രമേൽ ആഗ്രഹിപ്പിക്കുന്നത്. 7 ഓഫ് വാൻസിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇന്ന് അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നേ. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളാണ് ബൗണ്ടറി വെക്കുന്നത്. ലാക്ക് ഓഫ് എനർജി എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. 6 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നു, ഇന്ന് നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ എനർജിയാണ് കൂടുതലും ഇവിടെ കാണിക്കുന്നത്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഇന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ ഭാഗം കൂടി ചിന്തിക്കുന്ന എനർജി ആയിട്ട് കാണിക്കുകയാണ്. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാവാണ്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, അത് നിങ്ങളിലേക്ക് സാധ്യമാവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും അവരെ ചേസ് ചെയ്തു പോകരുത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ കാണുക. യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക. തെറ്റ് തിരുത്തിക്കൊണ്ട് അവർ വരുന്നുണ്ട്. ഇവിടെ അവരുടെ എനർജി നിങ്ങളിലേക്ക് വരണം. അതിനുവേണ്ടി നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക. നിങ്ങൾ യൂണിവേഴ്സിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ആഗ്രഹം നേടിക്കഴിഞ്ഞു.